എങ്ങനെയുണ്ട് പടം എന്നുള്ളത്. ചേട്ടാ എങ്ങനെയുണ്ട് പടം, എങ്ങനെയുണ്ട് കണ്ടിട്ട്? പടം നമ്മള് നേരത്തെ മുതൽ നല്ല പ്രതീക്ഷയായിരുന്നു. ആ പ്രതീക്ഷേനേക്കാളും കൂടുതലായി ഹൈ ആയെന്ന്. കാരണം ഒരേ രംഗങ്ങളും മാസാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് മേലകം കോരിധരിപ്പിക്കുന്ന രീതിയിലുള്ള ഫൈറ്റിംഗ് ആണെങ്കിലും സെന്റിമെന്റ്സ് ആണെങ്കിലും പിന്നെ ഒന്ന് രണ്ട് സോങ്സ് ഉണ്ട്, അതൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുലിമുരുകനേക്കാളും ആ സിനിമേനേക്കാളും കൂടുതലായിട്ട് ഹൈപ്പുണ്ട് തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ വില്ലൻ വേഷങ്ങൾ ചെയ്തിരിക്കുന്ന അന്യ നടന്മാരാണെങ്കിലും മമ്മൂക്കാടൊപ്പം തന്നെ നിന്ന് നല്ല രീതിയിൽ അഭിനയിച്ചു. ക്ലൈമാക്സ് ഒക്കെ വേറെ ലെവലാണ്, അത് പറയുന്നില്ല, എല്ലാവരും കാണാനുള്ളതല്ലേ. നല്ലൊരു മൂവി. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പണ്ടത്തെ നമ്മുടെ കോട്ടയം കുഞ്ഞച്ചൻ മോഡല് ഹെയർ സ്റ്റൈൽ എന്ന് വെച്ചാൽ പണ്ടത്തെ കുറച്ച് ഇതില്ലേ പഴയ സിനിമകൾ ഓർമ്മിപ്പിക്കുന്ന പുള്ളി ഗുണ്ടയൊക്കെ അഭിനയിച്ചിട്ടുള്ള പണ്ടത്തെ പടങ്ങൾ, ചട്ടമ്പി ആ ഒരു സംഘം അങ്ങനെ പടങ്ങളിലൊക്കെ ഉള്ളൊരു വീണ്ടും ഇതിലേക്ക് വന്നപ്പോ ഞാനൊക്കെ ജനിച്ച കാലം തൊട്ട് ഇന്ന് വരെ ഒരേ ഒരു മെഗാതരം മമ്മൂക്ക. അന്നും ഇന്നും എന്നും അങ്ങനെ നിറഞ്ഞേക്കാണ്. നല്ലൊരു മൂവി കാണാൻ സാധിച്ചു. നല്ല ഒരു തവണ കൂടി സിനിമ കാണുക. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ബോറടി ഇല്ലാത്തൊരു സിനിമയാണ്. ഒരേ രംഗങ്ങളും നല്ല സസ്പെൻസ് ആണ് പടത്തിന്. ഓരോ രംഗങ്ങളും നമ്മൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു നമ്മളൊരു ഭയങ്കരമായിട്ടൊരു എന്താ പറഞ്ഞ ഒരു ത്രില്ലിൽ പോണ ഒരു മൂവിയാണ്. കാരണം ഇന്റർവെല്ലൊക്കെ നമ്മള് പെട്ടെന്ന് ആയില്ലോ എന്നുള്ളൊരു തോന്നല. കാരണം ഇന്റർവെൽ ഇപ്പൊ ആവില്ല എന്നുള്ള കാരണം പടം അതുപോലെ നമ്മൾ ആസ്വദിച്ച് കണ്ടൊരു മൂവിയാണ്. നല്ലൊരു മൂവിയാണ്. നല്ല പടം, സൂപ്പർ പടം. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ മമ്മൂക്കാടെ ഏറ്റവും വലിയൊരു ഫാനാണ്. ഞാൻ അവിടുത്തെ ജോയിന്റ് സെക്രട്ടറിയും കൂടെയാണ് മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ. അപ്പൊ എനിക്ക് മമ്മൂക്കാടെ ഈ പടം കണ്ടിട്ട് ഒരുപാട് സന്തോഷമായി പോയി. കാരണം പല പടങ്ങളും മമ്മൂക്കാടെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊരു വെറൈറ്റി പടമാണ്. വെറൈറ്റി ഒരു ജോസാണ്, വെറൈറ്റിയാണ്. അപ്പൊ ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് പടം. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും റിവ്യൂവിന്റെ കേസും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരെയും ഭയങ്കര നെഗറ്റീവ് കമന്റ്സുകൾ നൽകുന്നുണ്ട്. അതൊക്കെ ഭയങ്കര മോശമാണ്. കാരണം അവരും അറിയപ്പെടുന്ന കലാകാരന്മാരാണ്. അഭിലാഷാട്ടായും അതുപോലെ തന്നെ മാഹിൻ മാറ്റോ ഇങ്ങനെയുള്ള കലാകാരന്മാരൊക്കെ ഉയർച്ചയിലോട്ട് വരുന്ന കലാകാരമാണ്. നിങ്ങളൊക്കെയാണ് സപ്പോർട്ട് നൽകേണ്ടത്. കാരണം നിങ്ങളൊക്കെ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്, പറഞ്ഞു മനസ്സിലായില്ലേ? ഇതും പറഞ്ഞുകൊണ്ട് നാളെ പൊങ്കാല ഇടരുത് ആരും. നെഗറ്റീവ് കമന്റ്സുകൾ നൽകാതെ നല്ല പോസിറ്റീവായിട്ട് എനർജിയോട് നിങ്ങൾ ചെയ്യണം. കാരണം ഞങ്ങളുടെയൊക്കെ വഴിത്തരവും നിങ്ങളെ പോലുള്ള ആൾക്കാരാണ്. അപ്പൊ അവരാണ് നമുക്ക് ഇതിനെല്ലാത്തിനും വേണ്ട സപ്പോർട്ട് നൽകുക. അതേമാതിരി മമ്മൂക്കാടെ ഏറ്റവും വലിയൊരു വിഷയം വന്നേക്കുന്ന ഈ ജോസ് പെരേരയെ കുറിച്ച് വന്നേക്കുന്നത് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് പറഞ്ഞാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ചാനൽ വഴിയുള്ള സംഭവമാണ് വന്നേക്കുന്നത്. ഇപ്പൊ ചാനലിനകത്ത് റീട്രേക്ക് കീറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അത് നിങ്ങൾ ആദ്യം ഈ ഓഡിയൻസ് മനസ്സിലാക്കുക. അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ മറ്റുള്ള കലാകാരന്മാരുടെ മുമ്പിൽ ഞങ്ങളെല്ലാം താഴ്ത്തിക്കെട്ടുവാണ്. അപ്പൊ ഞാനിത് ഇന്ന് വരാൻ കാരണം, ഇതിനകത്ത് വരാൻ കാരണം മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനും കളിത്തോഴനുമാണ് അഭിലാഷ് ആട്ടായം. അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ ഒരു മോശമായ നെഗറ്റീവ് കമന്റ്സ് കേട്ടപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ നിങ്ങൾ എന്നെ അന്വേഷിച്ചാൽ മനസ്സിലാവും. 10-32 സ്റ്റേജോളം പ്രോഗ്രാം എല്ലാം ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു അത്യാവശ്യം നല്ല പാട്ടുകളും കാര്യങ്ങളായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ എന്റെ പ്രൊഫൈൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാവർക്കും. തെറ്റിദ്ധാരണ ഒന്നുമില്ല. ലൈവായി പ്രോഗ്രാം ചെയ്യുന്ന നല്ല രീതിയിലുള്ള കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി മാത്രം, അല്ലാതെ ചാനലിന് വേണ്ടി അവർക്ക് റേറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ അത് ചെയ്യല്ല. എല്ലാവർക്കും കാണുക. നമ്മളെപ്പോലുള്ള കലാകാരന്മാരെ നിങ്ങളാണ് വളർത്തിക്കൊണ്ടുവരേണ്ടത്. അപ്പൊ ഞങ്ങൾക്കും ഒരു സന്തോഷം ഉണ്ടാവും, നിങ്ങൾക്കും തിരിച്ചത് അതേമാതിരി ഒരു സന്തോഷം നിങ്ങൾക്കും ഉണ്ടാവും. സിനിമയെ കുറിച്ച് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. സിനിമ വണ്ടർഫുൾ, സൂപ്പറാണ്, സൂപ്പർ. മമ്മൂക്കാടെ പ്രത്യേക ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത്. ജോസേട്ടൻ നല്ലൊരു ക്യാരക്ടർ നന്നായി ചെയ്തിട്ടുണ്ട്. അതുപോലെ ബിന്ദു ചേച്ചിയുടെ ഒക്കെ ക്യാരക്ടർ നല്ല സൂപ്പർ ക്യാരക്ടറിങ് ആയിരുന്നു. അഭിലാഷ് പറഞ്ഞില്ലെങ്കിൽ ഞാനത് എടുത്തു പറയുന്നുള്ളൂ കേട്ടോ. ഓക്കെ, നല്ലൊരു മൂവിയാണ്. പടം നല്ല പടമാണ്. നല്ല മനോഹരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ബിന്ദു ചേച്ചിയുടെ ക്യാരക്ടറൊക്കെ നല്ല അമ്മച്ചി വേഷമൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയാണെങ്കിലും നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫൈറ്റ് കാര്യങ്ങളൊക്കെ നല്ല വെറൈറ്റി രീതിയിൽ പോയിട്ടുണ്ട്. നല്ല സൂപ്പർ പടമാണ്. എല്ലാവർക്കും കണ്ടിരിക്കാൻ നല്ല പടമാണ്, ആസ്വദിക്കാനും കഴിയും. കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണോ അതോ ഇടിയാണോ ഫുള്ള് വരുന്നത് അതോ നമ്മളെ പ്രേക്ഷകർക്കും കൂടി കാണാൻ പറ്റും? സാധാ ഫുൾ ഇടിയല്ല, എന്നാൽ അതിനകത്ത് കഥയെ നല്ല രീതിയിലുണ്ട്. എല്ലാവർക്കും കണ്ടിരിക്കാം. പിടിന്ന് ഇടവേള വരുന്ന ഒന്നും നമ്മൾ അറിയുന്നേ ഇല്ല. അതിൽ ലയിച്ചു പോവാണ്. നല്ല സൂപ്പർ പടം. എല്ലാരും കാണണം, വന്ന് കാണാൻ ഇഷ്ടമുള്ളൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ സൂത്രധാരൻ എന്ന് പറയുന്ന ഫിലിമില്ലേ, സൂത്രധാരനില് ബിന്ദു ചേച്ചി ചെയ്തിരിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. അപ്പൊ അതിലും അതുപോലെ തന്നെ ഒരു നമ്മൾ സൂത്രധാരനിൽ അറിയാലോ, ആ മൂവിയില് ബിന്ദു ചേച്ചി ചെയ്തതിനേക്കാളും ഭയങ്കരമായിട്ട് നമ്മുടെ മമ്മൂക്കാട് അമ്മയായിട്ട്
തകർത്ത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട്. ബിന്ദു ചേച്ചിയുടെ എടുത്തു പറയണം എന്നാണ് പറയുന്നത്. ഏതോ ഈ ഒരു പടത്തില് ബിന്ദു ചേച്ചിയുടെ ഒരു ബിന്ദു ചേച്ചിയുടെ ക്യാരക്ടർ നല്ല രസമുള്ള ഒരു ക്യാരക്ടറാണ്. നല്ലൊരു ക്യാരക്ടറാണ്. നന്നായിട്ട് ചെറിയൊരു കോമഡിയും വരുന്നുണ്ടായിരുന്നു. കോമഡി ഉണ്ട്, ചെറിയതായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും അത്. ഇഷ്ടപ്പെടുന്നു. ശരി എന്നാ ഓക്കെ. നല്ലൊരു സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നല്ല രസമുള്ള ഒരു മൂവിയാണ്. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ മൂവി. ഇനിയും എന്താ പറയാ, ഒരുപാട് പേര് വന്ന് കാണും. കാരണം ഇപ്പൊ തന്നെ നല്ല തിരക്കാണ്. അപ്പൊ ഇനിയും ഒരുപാട് പേര് സിനിമ കാണാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നല്ലൊരു മൂവി കാണാൻ സാധിച്ചു. എന്തായാലും മമ്മൂക്ക അടിപൊളി. എന്തായാലും സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും. ശരി ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ ഏട്ടാ, ശരി ശരി ശരി.